നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യഹൂദ വിരുദ്ധതയ്ക്കും ഇസ്ലാമോഫോബിയയ്ക്കുമെതിരെ ആഞ്ഞടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ യഹൂദ വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും തീവ്രമാക്കുന്നതിനെതിരെയാണ് ജോ ബൈഡൻ പ്രതികരിച്ചത്. അമേരിക്കയിൽ അത്തരം വിദ്വേഷത്തിന് സ്ഥാനമില്ല. യഹൂദ വിരുദ്ധതയ്ക്കെതിരെ പോരാടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒക്ടോബർ 19 ഓവൽ ഓഫീസ് പ്രസംഗത്തിൽ അമേരിക്കക്കാർക്ക് നിശബ്ദരായി നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നിട്ടും യുദ്ധം തുടങ്ങി 7 മാസങ്ങൾക്കകം തന്നെ ഇസ്ലാമോഫോബിക് യഹൂദ വിരുദ്ധ സംഭവങ്ങൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലും പിരിമുറുക്കവും നിർണായകവുമായ സമയത്തിനിടയിലും ശാന്തവും എന്നാൽ ആവേശഭരിതവുമായ പ്രതിഫലനത്തിന്റെ നിമിഷമായിരുന്നു ബൈഡന്റെ പ്രസംഗം എന്നാണ് വിലയിരുത്തൽ. ഒക്ടോബർ 7 ആക്രമണവും ഗാസയിലെ തുടർന്നുള്ള യുദ്ധവും ബൈഡന്റെ പ്രസിഡന്റ് പദവിയിലെ ഏറ്റവും രാഷ്ട്രീയമായി നിറഞ്ഞ ഒരു കാലഘട്ടമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച അമേരിക്കൻ ജൂതന്മാർക്ക് ബൈഡൻ നേരിട്ട് സന്ദേശം നൽകി. നിങ്ങളുടെ ഭയവും വേദനയും ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും യഹൂദ വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും അനുവദിക്കില്ല, അത് വളരാൻ സമ്മതിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം വെടിനിർത്തൽ നടപ്പിലാക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനായുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. വെടിനിർത്തലിന് ഹമാസ് സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഇസ്രായേൽ സൈന്യം റാഫയിൽ കടന്നു കയറി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. ഈജിപ്തിനെയും ഗാസയും ബന്ധിപ്പിക്കുന്ന റാഫ അതിർത്തിയിലൂടെ ഇരച്ചു കയറിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ ഫലസ്തീൻ അധീനതയിലുള്ള 3 കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു. റാഫ, കറം അബൂസാലം അതിർത്തികൾ ഇസ്രായേൽ അടച്ചു. ഇതോടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. റാഫ ക്രോസിംഗിൽ സൈന്യം ഇസ്രായേൽ പതാക നാട്ടി. റാഫ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഹമാസ് സൈനിക സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്നതാണ്. മാത്രമല്ല മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. ഹമാസിന്റെ റാഫയിലെ 4 ബ്രിഗേഡുകളെയും തകർക്കുമെന്നാണ് ആ മുന്നറിയിപ്പ്. ബന്ദിമോചനം ഉറപ്പാക്കുകയാണ് റാഫ ആക്രമണ ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ റാഫയിലെ ചില പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.